പാപമോചനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. നോക്ക് നിങ്ങൾ, അങ്ങനെയുള്ള ആ ഒരു പരിശുദ്ധ റമദാനിനെ യഥാർത്ഥ രൂപത്തിൽ അനുഷ്ഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നോക്ക് നിങ്ങൾ, പലപ്പോഴും റമദാനിലേക്ക് പല ആളുകളും കടന്നു വരും. അതൊരു കാലചക്രം പോലെ ചില ഏതെങ്കിലും രൂപത്തിലുള്ള പ്രകടമായി എന്തൊക്കെയോ ചെയ്യുന്നു എന്നതല്ലാതെ, ഒരു ജാടയല്ലാതെ, ഒരു മനസ്സിന് ഒരു മാറ്റത്തിന്, അതല്ലെങ്കിൽ റമദാനിൽ എന്താണോ നമ്മൾ നേടിയെടുക്കുന്നത് ആ ലക്ഷ്യം മറന്നുകൊണ്ടാണ് പല ആളുകളും നോമ്പനുഷ്ഠിക്കാറുള്ളത്. എന്തിനാണോ റമദാൻ ഉള്ളത്, എന്തിനാണ് നോമ്പനുഷ്ഠിക്കുന്നത്, ആ ലക്ഷ്യം മറന്നുകൊണ്ടാണ് പല ആളുകളും നോമ്പനുഷ്ഠിക്കാറുള്ളത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. വിശ്വാസത്തോടുകൂടെയും പ്രതിഫലം ആഗ്രഹിച്ചും അവൻ നോമ്പനുഷ്ഠിക്കണം. അതിനെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബാ, ആരെങ്കിലും വിശ്വാസത്തോടുകൂടെ, അചഞ്ചലമായ വിശ്വാസമാണ്, ശിർക്ക് കലരാൻ പാടില്ല, അന്യായമായത് കലരാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോടുകൂടെയും വഹ്തിസാബാ, പ്രതിഫലം ആഗ്രഹിക്കണം. ഏതെങ്കിലും ജാടകളല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, ആഗ്രഹത്തോടുകൂടെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. നോക്ക് നിങ്ങൾ, ഇത്ര വലിയ ഒരു ഓഫർ, ഇത്ര മാത്രം വലിയ ഒരു ആശ്വാസത്തോടുള്ള വാക്ക് അല്ലാഹുവില്ലാതെ ആരിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയും? അപ്പൊ അങ്ങനെയുള്ള ഒരു നോമ്പിനെ യഥാർത്ഥ ഒരു നോമ്പായി, നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു നോമ്പാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ജാടകളോ അതല്ലെങ്കിൽ എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നു, ഞാനും അതിൽ പങ്കാളിയാകുന്നു, അങ്ങനെ ഒപ്പം കൂടികളെ പോലെയല്ല വിശ്വാസികളാവേണ്ടത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയണം. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ മാസം തഖ്വയുടെ മാസമാകുന്നു, സൂക്ഷ്മതയുടെ മാസമാകുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം, നമ്മുടെ നാവിനെ തടയിടാൻ നമുക്ക് കഴിയണം, നമ്മുടെ നോട്ടത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം, നമ്മുടെ കാതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ സമ്പൂർണമായി ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കണം ഒരു നോമ്പിലൂടെ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. അതല്ലെങ്കിൽ കേവലം അവൻ ഭക്ഷപാനീയങ്ങൾ ഒഴിവാക്കിയെന്നതല്ലാതെ അതുകൊണ്ട് ഒരു ഗുണവും ഒരു പ്രതിഫലവും അവനക്ക് ലഭിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മല്ലം യദ ഖൗലസ്സൂർ വൽ അമലു ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായി കൊണ്ടാണ് പറയുന്നത്, ആവർത്തിച്ച് മനസ്സിലാക്കണം. മല്ലം യദ ഖൗലസ്സൂർ, ചീത്ത സംസാരങ്ങൾ, അനാവശ്യ സംസാരങ്ങൾ ഒരാൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ, വൽ അമലു ബിഹി, അതുമായി ബന്ധപ്പെട്ട ചീത്ത പ്രവർത്തികൾ എന്തൊക്കെയുണ്ടോ അത് ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അല്ലാഹുവിന് ഒരു ആവശ്യവുമില്ല. ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവൻ വെറുതെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയതല്ലാതെ അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല അവന്റെ നോമ്പ് കൊണ്ട് എന്നാണ്. നോക്ക് നിങ്ങൾ, അതുകൊണ്ട് നമ്മുടെ നോമ്പിനെ പ്രതിഫലാർഹമായിട്ടുള്ള ഒരു നോമ്പാക്കി മാറ്റിയെടുക്കാൻ വിശ്വാസികളെ നമുക്ക് കഴിയണം. അങ്ങനെ ആരാധനകളുടെ ഒരു സമ്മേളനമായി നമ്മുടെ മനസ്സിനെ എല്ലാം നിയന്ത്രിച്ച് ഒരു സമ്പൂർണ്ണ ഒരു മുഅ്മിനായി നോമ്പിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രതിജ്ഞക്ക് നമ്മൾ തയ്യാറാകുക. സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് സമയമില്ല എന്നാണ്, പഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും പല കാര്യങ്ങൾക്കും നമുക്ക് സമയമില്ല എന്നാണ്. പക്ഷേ സമയം തികയാത്ത ഒരു അവസ്ഥ, അതിനുവേണ്ടി ദുഃഖിക്കുന്ന ഒരു ഘട്ടം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അന്ന് വിലപിച്ചിട്ട് കാര്യമില്ല, ഉള്ള സമയത്ത് അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടിയിരുന്നു. അതുകൊണ്ട് പരമാവധി നന്മകൾ ചെയ്യാൻ പറ്റാവുന്ന ആ മേഖലകളെ പരമാവധി ഉപയോഗപ്പെടുത്തി നന്മയുടെ, ഒരുമയുടെ, പുണ്യത്തിന്റെ ഒരു സമ്മേളനമാക്കി ഈ നോമ്പിനെ നമ്മൾ മാറ്റിയെടുക്കുക. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിന്റെ പ്രത്യേകതകൾ ഒരുപാട് തവണ വിശുദ്ധ ഖുർആനിലും അതുപോലെ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. തറാവീഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോടുകൂടെ തന്നെ അതിന്റെ കൃത്യതയാർന്ന രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക. പല ആളുകൾക്കും സംശയമുണ്ടാകും, തറാവീഹ് എത്ര റക്അത്ത് നമസ്കരിക്കണം, അത് എത്രയുമായി കൂടെ, അതല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് എണ്ണമുണ്ടോ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതുമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങളെ പഠിപ്പിക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല. അങ്ങനെ അതിലേക്ക് എത്തുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് ഈ ലോകത്തിന് വിട പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഒരു സംശയത്തിന് പോലും അവകാശമില്ലാത്ത വിധം അള്ളാഹുവിന്റെ പ്രവാചകൻ കൃത്യമായി തന്നെ തറാവീഹ് നമസ്കാരത്തിന്റെ എണ്ണം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ആ മഹദി പറഞ്ഞു കൊടുത്തത് മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലാണെങ്കിലും അതല്ലാത്ത കാലത്താണെങ്കിലും 11-ലപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചിരുന്നില്ല എന്നാണ്. അപ്പൊ റമളാനിലാണെങ്കിലും റമളാനിലല്ലാത്ത കാലത്താണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ചത് 11 റക്അത്തായിരുന്നു. അത് തന്നെയാണ് സ്വഹാബികളുടെയും നിലപാട് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമറ ഉമർ ഇബ്നുൽ ഖത്താബ് ഉബയ്യ് ഇബ്നു കഅബ് വതമീം അദ്ദാരി അൻ യഖൂമ ലിന്നാസി ബി 11 റക്അ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബിനോടും തമീം അദ്ദാരിയോടും ജനങ്ങൾക്ക് 11 റക്അത്ത് ഇമാമായി നമസ്കരിക്കാൻ വേണ്ടിയാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത് എന്ന് നോക്ക് നിങ്ങൾ. ഇതാണ് സ്വഹാബികളുടെ നിലപാട്. അത് തന്നെയാണ് താബിഈകൾ നിർവഹിച്ചത്. അത് തന്നെയാണ് നല്ലവരായ സലഫുസ് സാലിഹീങ്ങൾ നിർവഹിച്ചത്. ആ മാതൃകയാണ് നമുക്ക് ഏറ്റവും ഉചിതം. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾ ആ രൂപത്തിൽ തന്നെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുക. പരമാവധി നന്മകൾ കൃത്യമായി തന്നെ പുലർത്തിക്കൊണ്ട് ഈ നോമ്പിനെ യഥാർത്ഥ ഒരു നോമ്പാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ അത്തരം മേഖലയിൽ നമ്മേവരെയും അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ.